ഈ രണ്ട് സമവായ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് മനുഷ്യർ സംശയദൃഷ്ടിയോടെ നോക്കിക്കാണുന്നത്. രണ്ട് കൂട്ടരുടേത്. ഒന്ന് ഇസ്രയേലുകാരുടേത്, മറ്റൊന്ന് നമ്മുടെ സമസ്തയുടെ അമ്പലക്കടവ് ഫൈസിയും സംഘത്തിൻ്റെയും സമവായ ചർച്ചയാണ് ഇതേ നാണയത്തിൽ കാണേണ്ടത്. കാരണം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച സമയത്തെ എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു, ഇതിന് വലിയ ആയുസ്സുണ്ടാവില്ല, അത് ലംഘിക്കപ്പെടും, എത്രയും പെട്ടെന്ന് ആക്രമണം നടക്കും. കാരണം ഒരു വശത്ത് യുദ്ധക്കൊതിയനായ നെതന്യാഹുവും സംഘവുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ അതിൽ ആക്രമണം നടക്കും എന്നെല്ലാവരും പറഞ്ഞു. അതുപോലെ തന്നെ ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഇടയ്ക്കിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സമസ്തയിലെ സമവായവും. യഥാർത്ഥത്തിൽ സമസ്തയുടെ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ സമസ്തയുടെ പ്രശ്നം അതിനകത്തുണ്ടാക്കിയെടുത്ത ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ലീഗ് വിരുദ്ധതയും പാണക്കാട് വിരുദ്ധതയുമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അതിന് നേതൃത്വം നൽകുന്ന രണ്ട് പേരാണുള്ളത്. ഒന്ന് മുക്കം ഉമർ ഫൈസിയും അതുപോലെ തന്നെ മറ്റൊരാൾ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും. അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ വിഷമം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. പുള്ളി ഉന്നം വെച്ച സ്ഥാപനത്തിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ തന്നെ നൽകിയില്ല എന്നതാണ് അദ്ദേഹത്തെ ആത്മാർത്ഥമായി വിലയിരുത്തി തുടങ്ങിയ ആദ്യത്തെ സൂക്ഷ്മതയുള്ള പണ്ഡിതൻ. അന്ന് മുതൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നിരാശ പല ഘട്ടങ്ങളിൽ, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, പിന്നെ അതുപോലെ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ, എല്ലാ ഘട്ടങ്ങളിലും ആ നിരാശ അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എന്തുകൊണ്ട് അമ്മായിയപ്പൻ ഈ സംഗതി കൊടുത്തില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ ഉദാഹരണം അവിടുത്തെ കണക്ക് പുസ്തകവും അവിടുത്തെ രേഖകളും പരിശോധിച്ചാൽ വ്യക്തമാവും. സംഗതി ഈ പറയുന്നത് പോലെ അറ്റൻഡൻസ് ബുക്കും രജിസ്റ്ററും ഒക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് സാമ്പത്തികം വഹിച്ചെടുത്തതിൻ്റെ കേസും വഴക്കും വക്കാണവും ഒക്കെ പല സ്ഥലത്തും കിടക്കുകയാണ്. അതിന് മുഖ്യമന്ത്രി ഓരോ ജാഥയുമായി വരുമ്പോഴും പോയി സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞെങ്കിലും നിയമപ്രശ്നമായതുകൊണ്ട് അതിൽ നിന്ന് ഊരാൻ പറ്റിയിട്ടില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവരൊക്കെ ഈ നമ്മുടെ നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി പോലെ ഇവർക്കൊക്കെ ഈ കലക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. ആ കലക്കുന്നതിന് വേണ്ടി ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മുന്നിൽ നിർത്തി, ഇല്ല മനുഷ്യകവചം തീർക്കുന്നത് പോലെ നിർത്തിക്കൊണ്ടാണ് ആക്രമിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാവട്ടെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയും, അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പറയും, പിന്നെ കാണുമ്പം വേറൊന്ന് പറയും, ഇങ്ങനെ തുടരുവാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സമവായം ഉണ്ടായി. ഈ സമവായത്തിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ കുഞ്ഞാലിക്കുട്ടി സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാര്യം വെറും നിസ്സാരമാണ്, പക്ഷേ ഇതിനുവേണ്ടി എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുക? കാരണം ഓരോ സന്ദർഭത്തിലും ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ് ഇവരുടെ എല്ലാം പ്രധാന പ്രശ്നം. ഇപ്പോൾ സമസ്ത 100-ാം വാർഷികം ആഘോഷിക്കാൻ പോയപ്പോൾ ഫണ്ട് ഇങ്ങോട്ട് വീഴുന്നില്ല. ഫണ്ട് വീഴാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതെല്ലാം കയ്യിലിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളുടെ കയ്യിലാണ് ഫണ്ടൊക്കെ ഉള്ളത്. അവരുമായി ബന്ധമുള്ള വ്യവസായികളും KMCCയും ഒക്കെയാണ് ഇതിന് ഫണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പെണ്ണുമ്പിള്ളയുടെ ആങ്ങള അളിയന് ഫണ്ട് കൊടുക്കുന്നത് തൻ്റെ പെങ്ങളെ മര്യാദയ്ക്ക് നോക്കുമ്പോഴാണ്. എന്നാൽ പെങ്ങളുമായിട്ട് എന്നും കുന്നും വഴക്കും വക്കാണോ ആണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരാൾക്ക് കാശ് കൊടുക്കുന്നത് എന്ന് കരുതി അവർ ചവിട്ടി പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് കാര്യങ്ങൾ നീങ്ങാതെയായപ്പോൾ വീണ്ടും സമവായമൊക്കെ പറഞ്ഞു വന്നു. എന്നിട്ട് ആ സമവായം നടന്നുകൊണ്ടിരിക്കെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മഹല്ലുകളിൽ ഈ പറയുന്നത് പോലെ അത് തടസ്സപ്പെടുത്തിയാൽ അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ബദൽ സംവിധാനം ഉണ്ടാക്കാനാ? അവിടെ നിസ്കരിക്കുന്നവരും ഇത് നടത്തുന്ന മുഅല്ലിമീങ്ങളും ഉസ്താദുമാരും അവിടെ നിന്ന് പോകാനേ ഒക്കത്തുള്ളൂ. കാരണം അവിടുത്തെ ഉമറാക്കൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ മുഴുവൻ ലീഗുമായി ബന്ധമുള്ളവരും അവർ കാശ് പിരിച്ച് അവരുണ്ടാക്കിയ മദ്രസകളും അവർ ചെയ്തതുമാണ്. അവരാണ് ഈ സമസ്തയുമായി ഇതിനെ അഫിലിയേറ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായി ഒന്നും ചെയ്യാനാവില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ദിവസം ഈ പറയുന്നത് പോലെ ഒരു സമവായ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ലോകത്താരെങ്കിലും അന്നമ്മ എടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? കോർഡിനേഷൻ കമ്മിറ്റിയുടെ മുകളിലുള്ള സബ് കമ്മിറ്റിന്ന് അമ്പലക്കടവ് ഹമീദ് ഫൈസി ദേ പറയുന്ന കേട്ടോളൂ. ഇവരൊക്കെ പോലുള്ളവരാണ് നമ്മുടെ ഈ സമുദായത്തെ നയിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു രസം. ദേ കേട്ടോളൂ. മൈനായിട്ട് ചെയർമാനായിട്ട് ഒരു സമിതി, ഈ സ്വാസകത്തിന്റെ എല്ലാം മീതെയുള്ള സമിതിയെ നിശ്ചയിച്ചു, സമവായം ഉണ്ടാക്കിയത്. അതും തീർത്തും വാസ്തവവിരുദ്ധമാണ്. അത് വിശദമായ ഒരു പരിശോധിച്ച ഫയൽ ഉണ്ടായിരുന്നു. അവർ പരാതി പറയാത്തതുകൊണ്ട് അവർക്ക് സമ്മേളനത്തിൽ ഇതുവരെ വരാത്തതുകൊണ്ട് ഭാഗഭാഗിത്വം വഹിക്കാൻ വേണ്ടി, എന്നാൽ കോർഡിനേറ്റ് ചെയ്യുന്ന മൊയ്‌ഡ് മാഷ് മാത്രം അതിന് സഹായിയായിട്ട് 1-2 ആൾ വെക്കുക എന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ലെന്ന് എല്ലാവരും പറഞ്ഞു. അത് വികസിച്ചാണ് അത് 7 ആളായി. അപ്പോൾ അവർ 2-3 ആൾ വെക്കുമ്പോൾ നമ്മൾ 2-3 ആൾ വെക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ 3-3-6-1 7 ആയി. അപ്പൊ അതിലൊരു മൈനാജി എന്നൊരു ചെയർമാൻ ആയിട്ട് മൊയ്‌ഡ് കോർഡിനേറ്റർ ആണുള്ളതാണ് മൊയ്‌ഡ് മാഷ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ തന്നു. ഇങ്ങനെ സമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഈ സമിതി എല്ലാറ്റിന്റെ മീതെയാണോ താഴെയാണോ ഇടയിലാണോ എന്നൊന്നും അവിടെ തീരുമാനിച്ചിട്ടില്ല.
ഇതാണ് ഇയാളുടെ വാചകം. ലോകത്തെവിടെങ്കിലും ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കോർഡിനേഷൻ കമ്മിറ്റിയുടെ താഴെയാണോ സബ് കമ്മിറ്റി? അങ്ങനെയല്ലേ പതിവ്? ഇതങ്ങനെ അല്ലെന്നാണ് പുള്ളി പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊന്നും ഭംഗിയായി പോകരുത്. ഇയാളുടെയൊക്കെ ജീവിതകാലം മൊത്തം ഈ കലക്കും തിരിമറിയും ഈ കറക്കിക്കുത്തും വേലയിറക്കും ഇത് മാത്രമാണ് കയ്യിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആധുനിക ഇസ്ലാം എല്ലാ തരത്തിലുള്ളയും വെല്ലുവിളികൾ നേരിടുമ്പോൾ അതിലെ യുവതലമുറയും മനുഷ്യരുമൊക്കെ പല വഴികളിൽ സഞ്ചരിക്കുമ്പോൾ അവരെയൊക്കെ എല്ലാ സംഗതികൾക്കുമുള്ള ചെറുത്തുനിൽപ്പിനും സ്വയമുള്ള പ്രതിരോധത്തിനും ആത്മീയമായ നവോന്മേഷത്തിനും എല്ലാം നേതൃത്വം കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള അമ്പലക്കടവന്മാരാണ്. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്ക്. അമ്പലക്കടവെന്ന് പേര് അമ്പലങ്ങളിൽ പോലും ഇത്തരം ആളുകളെ അവരാരും സഹിക്കില്ല. പൊതുവേ സഹിഷ്ണുതയുള്ളവരാണ് ഹിന്ദുമതത്തിലെ വിശ്വാസികളെങ്കിൽ പോലും അവർക്ക് പോലും സഹിക്കാനൊക്കത്തില്ല. അദ്ദേഹമൊക്കെയാണ് വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിത സഭയുടെ നേതൃത്വത്തിൽ 100ാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇയാളെയൊക്കെ പിടിച്ച് പുറത്ത് നിർത്തിയിട്ട് അതിൽ താല്പര്യമുള്ള പണ്ഡിതന്മാർ ചേർന്ന് ഈ ആഘോഷം വളരെ ഭംഗിയായി നടത്തണം. ഇതൊക്കെ ഇതിനകത്ത് കിടന്നാൽ ഈ പറയുന്നത് മൊത്തം കേടാവും. നമ്മൾ കാണില്ലേ, ഒരു വലിയ ചരുവൻ നിറയെ ഏറ്റവും നല്ല അരിപ്പൊടിയോ ഗോതമ്പൊടിയോ ഇട്ടിട്ട് അതിനകത്തൊരല്പം പാറ്റയുടെ കാഷ്ടം കിടന്നാലുള്ള സ്ഥിതി എന്താ? അത് മൊത്തം നാറൂല്ലേ? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ചിന്തിക്കട്ടെ. അത് മാത്രമാണ് പരിഹാരം. അതുകൊണ്ട് ഏത് സമവായവും ഇയാളെപ്പോലുള്ളവരെ വെച്ച് നടത്തിയാൽ അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല. ഉറപ്പ്. ഈ പശ്ചിമേഷ്യൻ കരാറ് പോലിരിക്കും.